തിരുവനന്തപുരം. കേസിന്റെ വിധിപ്പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, ഈ വിധിപ്പകർപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ശ്രുതി, ഈ ഹർജി തള്ളിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വിധിപ്പകർപ്പിലുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആരോപണങ്ങൾക്ക്, അതായത് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തെളിവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഈ ഹർജി ഉൾപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണത്തിന് ഉത്തരവിടാനാകില്ല എന്നതായിരുന്നു കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതോടൊപ്പം ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതം എന്ന വാദം ശക്തിപ്പെടുത്തുന്നു എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. ഇതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ നിയമപരമായും രാഷ്ട്രീയമായും മാത്യു കുഴൽനാടന് ഈ വിധി തിരിച്ചടിയാണ് എന്ന് പറയാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം, ഹർജി രാഷ്ട്രീയ പ്രേരിതം എന്ന വാദം ശക്തിപ്പെടുത്തുന്നത് എന്ന കോടതിയുടെ ഒരു വിലയിരുത്തലാണ്. അതോടൊപ്പം തന്നെ ഈ CMRൽ പണം നൽകിയ മറ്റാരുടെയും പേരിൽ ഹർജിക്കാരൻ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ മാത്രമാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ മാത്രമാണ് ഈ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. അതേസമയം CMRൽ പണം നൽകിയവരുടെ കൂട്ടത്തിൽ നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള UDF നേതാക്കളുടെ പേരുണ്ട്. അവർ പണം നൽകിയതായി ഈ നേതാക്കളെല്ലാം തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്നിട്ട് പോലും അവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെടാതെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഇടപെടലാണ് എന്ന ഒരു കാര്യമാണ് കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു ചോദ്യം, എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്രം അന്വേഷണം ആവശ്യപ്പെടുന്നു എന്ന ചോദ്യം കോടതി ഉന്നയിക്കുകയും ചെയ്തു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ മാത്യു കുഴൽനാടന് സാധിച്ചില്ല എന്നതാണ്. നേരത്തെ തന്നെ മാധ്യമങ്ങളടക്കം എന്താണ് തെളിവ് എന്ന് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ തെളിവുകൾ വെക്കാൻ കഴിയില്ല, അത് കോടതിയിൽ ഹാജരാക്കും എന്ന ഒരു മറുവാദമാണ് മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ കോടതിയിലും മാത്യു കുഴൽനാടന് മുഖ്യമന്ത്രിക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി അല്ലെങ്കിൽ വഴിവിട്ട ഇടപെടൽ നടത്തി എന്നത് ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ സാധൂകരിക്കുന്ന തെളിവുകൾ കോടതിയിലും സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അതോടൊപ്പം തന്നെ ഈ തെളിവുകളുടെ അഭാവത്തിലാണ് ഈ ഹർജി തള്ളുന്ന ഒരു നിലയും ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ IRECMRലിന് ഇൽമനേറ്റ് നൽകിയതിൽ അഴിമതി ഇല്ല എന്ന് കോടതി കണ്ടെത്തുന്നു എന്നതാണ്. അതൊരു കോടതി വിധിയായി തന്നെ വരികയും ചെയ്യുന്നു. ഇൽമനേറ്റ് സൗജന്യമായി കൊടുത്തു എന്ന ആരോപണം ഹർജിയിലില്ല. അതോടൊപ്പം തന്നെ ഈ ഇടപാടിൽ CMRലിന് എന്ത് ലാഭമുണ്ടായി എന്നും വ്യക്തമാക്കിയിട്ടില്ല. അതായത് ഈ പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് രണ്ട് സ്ഥാപനങ്ങൾ പരസ്പരം നടത്തിയ പണമിടപാടാണ്. അതെല്ലാം നിയമപരമായി ചെയ്തിട്ടുള്ളതാണ്, ബാങ്ക് വഴി നടത്തിയിട്ടുള്ള ഇടപാടുകളാണ്. ഇതിലൊന്നും ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി എന്തെങ്കിലും നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം ഈ വേ ബില്ലാണ് ഒരു തെളിവായി മാത്യു കുഴൽനാടൻ കോടതിയിൽ സമർപ്പിച്ചത്. പക്ഷേ ഇത് ഒരു തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നുകൂടി കോടതി ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം KMEMLന് മിച്ചഭൂമി ഇളവ് കൊടുത്തിട്ടില്ല എന്നുകൂടി കോടതി പറയുന്നത്. രണ്ട് കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഇവർക്ക് മിച്ചഭൂമി ഇളവ് കൊടുത്തിട്ടില്ല എന്നതും അതോടൊപ്പം തന്നെ ഇൽമനേറ്റ് നൽകിയതിൽ അഴിമതിയില്ല എന്നും കോടതി പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവയെല്ലാം കൂടിയാണ് ഇത് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കോടതി തള്ളിക്കളയുന്നു. വലിയൊരു തിരിച്ചടി മാത്യു കുഴൽനാടന് പ്രത്യേക വിജിലൻസ് കോടതിയിൽ നിന്നും ഉണ്ടാകുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശ്രുതി, വ്യക്തമാണ്. ആരോപണങ്ങൾക്ക് പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്നാണ് കോടതി പറയുന്നത്. ഹർജി അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല, ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വാദം ശക്തിപ്പെടുത്തുന്നതെന്നും കോടതി വ്യക്തമാക്കുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളാണ് വിധിപ്പകർപ്പിൽ വ്യക്തമാക്കുന്നത്. വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്. മാസപ്പടിയിലെ കോടതി വിധി തിരിച്ചടിയെന്ന് ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLA. കോടതിയിൽ ഹാജരാക്കിയ തെളിവുകളിലെ ന്യൂനത എന്തെന്ന് പരിശോധിക്കും. ഉന്നയിച്ച വിഷയത്തിൽ നിന്നും ഒളിച്ചോടില്ലെന്നും കുഴൽനാടൻ കൊച്ചിയിൽ പറഞ്ഞു. കോടതി നിരസിച്ചു, തള്ളി എന്നുള്ളതാണ്